കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഒരു 2%, 3% വോട്ട് BJPക്ക് വർദ്ധിക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ നിങ്ങൾ കണ്ടത്? ശതമാനം കുറയല്ലേ ചെയ്യുന്നത്, വർദ്ധിച്ചിട്ടില്ലല്ലോ. എന്നാൽ വേറൊരു പ്രതിഭാസമുണ്ട്, അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാണ്. ഈ 50 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയതിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 41 എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഹോൾസെയിലായി BJP വിഴുങ്ങി ഇവരെ. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം, മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയും ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി, ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഈ ഇത്തരത്തിൽ ഇതാക്കുന്നത് എന്തിനാണ്? അതില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇപ്പോ ഈ മാറാട് പോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു. ഇവര് തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു. അതിനെ ശരീരം കൊടുത്തുകൊണ്ടും ജീവൻ ബലി കൊടുത്തുകൊണ്ടും നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തെ 2 ചേരിയിലാക്കുന്നതിൽ, വർഗീയ കലാപത്തിൻ്റെ കുരുതിക്കളമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനോട് യോജിപ്പില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ഇല്ല അതൊന്നും അതിലേക്ക് നിങ്ങൾ പോകണ്ട. പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി. അത് ഇവിടെ 2 വർഗീയ പ്രസ്ഥാനങ്ങളും, 2 വെച്ചാൽ RSSും ജമാഅത്തെയും. ഇവിടെ മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തിച്ചു വികാരം. എപ്പോഴാണെന്നറിയോ? 2 സംഭവം ഇവിടെ ഉണ്ടായി. ആ സംഭവം മണത്തറിഞ്ഞു ഗവൺമെൻറ്. 2 ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും അവർ ആഗ്രഹിച്ചു. ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. വേണ്ട, എല്ലാവർക്കും അറിയാം ഏതായിരുന്നു അവസാനം നടന്നതെന്നുള്ളത് അറിയാലോ. കേരളത്തിൽ നടക്കാൻ പറ്റാത്തത് പാലക്കാട് ജില്ലയിൽ നടന്നു. 3 സംഭവമാണ് നടന്നത്. ആ സമയത്തൊന്നും തന്നെ കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം, കേരളത്തിൻ്റെ പോലീസ് ശക്തമായി അതിനെ മണത്തറഞ്ഞു ഇല്ലാതാക്കി. അതുകൊണ്ട് ഒരു രൂപത്തിലും വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷമോ CPIMോ അവസരമുണ്ടാക്കില്ല. ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. നീർവേലിയിലെ സഖാവ് കുഞ്ഞിരാമൻ കൊലപ്പെടുത്തിയത് സഖാവിന് അറിയുമെന്ന് അറിയില്ല. അറിയോ? ആ മീഡിയക്ക് മനസ്സിലാവില്ല. അന്ന് ആരായിരുന്നു രംഗത്ത് വന്നത്? വസൂരി പിടിച്ച് കിടക്കുകയാണ് പിണറായി. ഞാൻ അന്ന് തലശ്ശേരി ഭരണം കോളേജിലെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്കന്നത് ഓർക്കാനേ പറ്റില്ല. ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കാനം വരും. കുളിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതാ പിണറായി. ഈ കേരളത്തിലെ മതന്യൂനപക്ഷത്തിൻ്റെ മനസ്സിലുള്ള പിണറായിയെ സംബന്ധിച്ച പ്രതിബിംബം വെറുതെ രൂപം കൊള്ളുന്നതല്ല.